ഗൈസ്, അപ്പൊ ഞാൻ ഇന്നിവിടെ ബോറടിച്ചങ്ങ് ഇരിക്കുക. എനിക്ക് TV കണ്ടിട്ട് മതിയാവുക. അപ്പൊ ഞാൻ വിചാരിച്ചു, എൻ്റെ വാപ്പി മറ സൈഡിൽ കുക്ക് ചെയ്യുന്നു, മറ സൈഡിൽ എൻ്റെ അമ്മ അരിഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് സലാഡ് ഉണ്ടാക്കാം. നമുക്ക് ബിരിയാണിയുടെ കൂടെ പിന്നെ സലാഡ് വേണ്ടായോ? അപ്പൊ സലാഡ് ഉണ്ടാക്കാം. നല്ലൊരു വെറൈറ്റി. ഈ ലോകത്തെ എല്ലാ ഇൻഗ്രീഡിയൻസ് അതിനകത്ത് വെക്കണം, എന്നാലല്ലേ നല്ല ഞം തിന്നാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ സവാള കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ സവാള അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ നിന്നൊക്കെ നല്ല വെള്ളം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മുളക് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മുടെ ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗത്തില്ല മൂർച്ചുള്ള ഭാഗം എടുത്ത് കളഞ്ഞിട്ട് ബാക്ക് ഭാഗത്തിൽ നിന്ന് പതുക്കെ ഫ്രണ്ട് ഭാഗത്തോട്ട് വരിക കേട്ടോ. അങ്ങനെ അരിഞ്ഞില്ലെങ്കിൽ ബീട്രൂട്ട് എടുക്കാൻ കേട്ടോ. നല്ല കളറുണ്ട്, പിങ്ക് കളറ് വേണമല്ലോ. മല്ലിയില ഉണ്ടല്ലോ, കഴുകിയിട്ട് നല്ലപോലെ അരിഞ്ഞിട്ടെടുക്കാൻ കേട്ടോ. ഈ സംഭവം വേണ്ടായി. അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ ഉപ്പിലിട്ട നല്ല നെല്ലിക്ക. ഇത് നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്ക, ക്യാരറ്റ്, നല്ല ഉണ്ടമുളക് വേണ. അപ്പൊ ഇതാണ് നമ്മുടെ സലാഡിന്റെ മെയിൻ പാകം. അപ്പൊ ഉപ്പിലിട്ട ക്യാരറ്റ്, നെല്ലിക്ക, ഉണ്ടമുളക് ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അൽസഫയുടെ തൈര് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും നിന്നോട് മേടിക്കാറുള്ള അൽമറയുടെയാണേ. ഇന്ന് അൽസഫ മേടിച്ചു പോയതാ. നമ്മ തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ബിരിയാണി ഇടുന്ന പോലെ തൈര് കമത്താൻ പോകട്ടോ. ബിരിയാണി വരാത്തേ ഗായ്സ്. നല്ല പേസ്റ്റ് പോലെ വന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കമത്തിപ്പോയി. സാരില്ല, അടുത്ത ഒരാഴ്ച ഞാൻ ഒന്ന് കാണിക്കാം. അപ്പൊ നമ്മുടെ തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തൈര്, പക്ഷെ പിങ്ക് കളറായിട്ടില്ല കേട്ടോ. എന്തോ ഒന്നും അറിയത്തില്ലോ. കഴിഞ്ഞ പ്രാവശ്യം പിങ്ക് ആയിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.